ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടം അതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. ആ പോരാട്ടത്തിൽ രാജ്യം ഇന്ത്യ ഒറ്റക്കെട്ടായി നിന്നു. ആ ഒറ്റക്കെട്ടായ പോരാട്ടത്തിലൊപ്പം നിന്നവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അവസാനിപ്പിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണോ, എന്തൊക്കെ വാഗ്ദാനങ്ങളാണോ മുന്നോട്ട് വെച്ചത്? ഭരണഘടനയെ സംരക്ഷിക്കാൻ കോൺഗ്രസ് എന്നും ഉണ്ടാകും. അതേ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി വന്നിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ പ്രസക്തമാണ്. അതിനപ്പുറത്തേക്ക് മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയപ്പോഴാണെങ്കിലും ജയിച്ചത് ജനങ്ങളാണ്, ജനാധിപത്യമാണെന്ന് വീണ്ടും ആവർത്തിച്ചു പറയുന്നത്. എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നരേന്ദ്രമോദി നടത്തുന്നു എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞ ഒരു പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ തീർച്ചയായും അത് പൂരകമാണ്. മോദി തരംഗം എന്തായാലും രാജ്യത്തുണ്ടായിട്ടില്ല. കേരളത്തിൽ രാഹുലിന്റെ തരംഗം ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഉണ്ടായി കാണില്ല എന്ന് വേണം. പക്ഷെ ചില മണ്ഡലങ്ങളിൽ ഇപ്പൊ കോഴിക്കോടൊക്കെ 4ാം തവണയാണ് MK രാഘവൻ മത്സരിക്കുന്നത്. ഭൂരിപക്ഷം വലിയ രീതിയിൽ ഉയർത്തുന്നു. വേവ് ഉണ്ടല്ലോ. അത് രാഹുലിന്റെ കഴിഞ്ഞ സാഹചര്യങ്ങൾ ഒരുപാട് വരവ് എൻട്രി, അതിനപ്പുറത്തേക്ക് ഒരു ആന്റി ഇൻകംബൻസി നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ. അതൊക്കെ കോൺഗ്രസിന് ഗുണം ചെയ്തു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഒരുപക്ഷെ വലിയ സീറ്റുകളുടെ എണ്ണവുമായി BJP തന്നെ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ കേരളത്തിൽ BJPക്ക് വോട്ട് കൂടാനും കൂടി സഹായിച്ചിട്ടുണ്ടോ? എന്തായാലും അവർ തന്നെയല്ലേ ഭരിക്കുക. അപ്പോൾ ഇവിടുന്ന് ഒരു സ്ഥാനാർത്ഥി ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു അംഗമുണ്ടായാൽ തെറ്റില്ല എന്ന ചിന്ത, ഒരു പാൻ ഇന്ത്യ ഒരു നറേറ്റീവിലേക്ക് എന്തായാലും BJPക്ക് എത്താൻ കഴിഞ്ഞു എന്നാണ് BJP എന്തായാലും പറയുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചോളം എന്തായാലും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്. വരുന്ന നിമിഷങ്ങളിൽ എന്തായാലും അതിന്റെ ചലനങ്ങൾ CPM എന്ന പ്രസ്ഥാനത്തിൽ ഉൾപാർട്ടി സംവിധാനത്തിൽ വലിയ എന്തായാലും തീർച്ചയായും എല്ലാ പാർട്ടികളും അവരുടെ പിഴവുകളും വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ വിലയിരുത്തുന്ന സമയമാണ്. നമുക്ക് കേരളത്തിലെ പൊതുചിത്രം നോക്കാം. കേരളത്തിൽ തീർച്ചയായും ഇത്തവണ തൃശ്ശൂരിൽ താമര പൊട്ടിപിരിഞ്ഞു എന്നതൊഴിച്ചാൽ കഴിഞ്ഞ തവണത്തേതിന്റെ സമാനമായ രീതിയിലുള്ള UDF തരംഗമാണ് ഇക്കുറിയും ഉണ്ടായത്. 18 സീറ്റുകളിലും UDF നേടിയത് ഉജ്ജ്വല വിജയമാണ്. BJP 3ാം ശക്തിയായി പലയിടത്തും ഉയർന്നിട്ടുണ്ട്. LDF ജയം ആലത്തൂരിൽ മാത്രമായി എന്നുള്ളതാണ്. അത് കനൽ ഒരു തരി ആലപ്പുഴയിൽ നിന്നും കാറ്റിൽ പറന്നങ്ങ് ആലത്തൂരിലേക്ക് പോയി എന്നുള്ളതാണ്.